വെൽക്കം ടു ഹാഷ് ജംഗ്ഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുന്നിലുള്ള കുറച്ച് വീഡിയോസിലൊക്കെ തന്നെ നമ്മൾ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ബാങ്ക് അക്കൗണ്ട്സിനെ കുറിച്ച്, സേവിങ്സ് അക്കൗണ്ട്, പിന്നെ അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇങ്ങനെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ തന്നെ ഈ ബാങ്ക് അക്കൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, എസ്പെഷ്യലി സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചും കറണ്ട് അക്കൗണ്ടിനെ കുറിച്ചും പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളൊരു സേവിങ്സ് അക്കൗണ്ടിന് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ തന്നെ മന്ത്ലി ആവറേജ് ബാലൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് മന്ത്ലി ആവറേജ് ബാലൻസ് എന്നും എന്തുകൊണ്ടാണ് നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് മന്ത്ലി ആവറേജ് ബാലൻസ് എത്രയാണെന്നതൊക്കെ അറിയേണ്ടതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മന്ത്ലി ആവറേജ് ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഒരു മിനിമം എമൗണ്ട് മെയിൻ്റെനൻസ് ചെയ്യേണ്ടതുണ്ട്. ബാങ്ക് നിങ്ങളുടെ ഒരു അക്കൗണ്ടിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് നിങ്ങൾ എല്ലാ മാസവും ആവറേജ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ചിലപ്പോൾ 10,000 ആയിരിക്കാം, ചിലപ്പോൾ 5,000 ആയിരിക്കാം, ചിലപ്പോൾ 25,000 ആയിരിക്കാം. അത് മിക്കപ്പോഴും നിങ്ങൾക്ക് ആ ബാങ്ക് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിൽ നിന്ന് എത്രത്തോളം നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് അവർ ആ മന്ത്ലി ആവറേജ് ബാലൻസ് കൂട്ടി വയ്ക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാങ്ക് നിങ്ങളടുത്ത് പറയുകയാണെങ്കിൽ 20,000 രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ 20,000 രൂപ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതിൽ നിന്ന് ആ ബാങ്ക് പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു ചാർജ് അവർ ഡിഡക്ട് ചെയ്യും. അത് ചിലപ്പം 1,500, ചിലപ്പോൾ 2,000, ചിലപ്പോൾ 500 ഒക്കെ ആയിരിക്കാം. അത് ആ അക്കൗണ്ടിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മന്ത്ലി ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ എത്രയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് എന്നും എത്രത്തോളം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നനുസരിച്ചിട്ട് വേണം നിങ്ങളൊരു അക്കൗണ്ട് എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബാങ്ക് മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്തിനാണ് ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞത് പ്രകാരം ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഒരു അക്കൗണ്ട് ലാഭകരമാണോ നഷ്ടകരമാണോ എന്ന് അവർ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മന്ത്ലി ആവറേജ് ബാലൻസ്. അപ്പോൾ നിങ്ങൾ സപ്പോസ് ഒരു 10,000 രൂപ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ചാർജ് എടുക്കുകയും ചെയ്യും, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു എമൗണ്ട് ഡിഡക്ട് ചെയ്യും. ഇനി നിങ്ങൾ റെഗുലറായിട്ട് മന്ത്ലി ആവറേജ് ബാലൻസ് നോക്കാത്ത ഒരാളാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളെ കയ്യിൽ നിന്ന് എല്ലാ മാസവും ആ എമൗണ്ട് അവർ ഡിഡക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബാങ്ക് മന്ത്ലി ആവറേജ് ബാലൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, ഇമീഡിയറ്റ്ലി അത് കാണാൻ സാധിക്കും. അപ്പോൾ മന്ത്ലി ആവറേജ് ബാലൻസ് എങ്ങനെയാണ് ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന എൻഡ് ഓഫ് ദി ഡേ ബാലൻസസ്, അതായത് നിങ്ങൾ ഓരോ ദിവസവും ബാലൻസ് എത്രയാണോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം എത്രയാണോ ആ മന്ത്ലി ഡേയ്സ് ഉള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ച് മന്ത്ലി ആവറേജ് ബാലൻസ് കിട്ടുക. അതായത് ടോട്ടലി നിങ്ങൾ എത്രയാണോ ഓരോ ദിവസം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതെല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം എത്ര ഡേയ്സ് ആണോ ആ മാസത്തിലുള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ മന്ത്ലി ആവറേജ് ബാലൻസ് ഒരു ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ജനുവരി ആണെങ്കിൽ 31 ദിവസമാണുള്ളത്. നിങ്ങളുടെ അക്കൗണ്ടിൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസസ് ടോട്ടലി ഇപ്പം 1,00,000 ആണെങ്കിൽ 1,00,000 ഡിവൈഡ് ബൈ 31 നോക്കും. എന്നിട്ട് എത്ര എമൗണ്ട് വരും അതാണ് ആ മന്ത്ലി ആവറേജ് ബാലൻസ്. അത് എന്നിട്ട് ബാങ്ക് അവർ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കും. എന്നിട്ട് നിങ്ങൾ അനുസരിച്ച് ചാർജ് എടുക്കും. അപ്പോൾ ഞാൻ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കുക, ഇതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. എന്നിട്ട് നമുക്ക് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് എടുത്തിട്ട് അതിൽ എത്ര വർക്കിംഗ് ഡേയ്സ് ആണോ ആ മന്തിലുള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അതെങ്ങനെയാണ് മന്ത്ലി ആവറേജ് ഒരു ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിൽ കൂടെ നിങ്ങളെ കാണിക്കാം. അതിന് ഞാൻ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുകയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്കിൽ ഒരു ഡിസംബർ 31 തീയതി ആയപ്പോൾ 25,000 രൂപയാണ് ബാലൻസ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ജനുവരി രാവിലെ ആയപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ 25,000 രൂപ ഓൾറെഡി ഉണ്ട്. അതായത് ഡിസംബർ 31 ബാലൻസ് 25,000 ആണ്. ഇനി നിങ്ങൾ ജനുവരി 1 തീയതി അതിലേക്കൊരു 5,000 റുപ്പീസ് ഇടുക എന്ന് വിചാരിക്കുക. 5,000 രൂപ ഇട്ടു, ബാക്കി എത്ര ഉണ്ട് ബാലൻസ്? അപ്പോൾ 30,000 ഉണ്ട്. കാരണം തലേ ദിവസം ഓൾറെഡി 25,000 ഉണ്ടായിരുന്നു. അപ്പം 30,000 രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത്. ഇനിയുള്ള ഒരു 4 ദിവസത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ യാതൊരു ആക്ടിവിറ്റിയും നടക്കുന്നില്ല. അതായത് 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി നിങ്ങൾ അക്കൗണ്ടിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ക്യാഷ് അതിനകത്തേക്ക് ഇടുന്നില്ല, ക്യാഷ് ഇതിൽ വിഡ്രോ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല.
അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, 1, 2, 3, 4 തീയതികളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഓൾറെഡി 30,000 ഉണ്ട്. ഇനി 5-ാം തീയതി നിങ്ങൾ അതിലേക്ക് ഒരു 10,000 രൂപ അതിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണ്. അതിന് 10,000 രൂപ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, 20,000 രൂപയായിട്ട് ബാങ്ക് ബാലൻസ് മാറും. ഇനി നിങ്ങൾ 10-ാം തീയതി, ഇനിയുള്ള ഒരു 4 ദിവസങ്ങളൊന്നും ചെയ്യുന്നില്ല, 10-ാം തീയതി ആകുമ്പോൾ നിങ്ങൾ ഒരു 10,000 രൂപ വീണ്ടും അതിലേക്ക് ഇട്ടു. അപ്പോൾ 30,000 രൂപയായി. ആദ്യം 1-ാം തീയതി നിങ്ങൾ 21,000 രൂപ ഓൾറെഡി ഉണ്ടായിരുന്ന കൂട്ടത്തിൽ 5,000 കൂടെ ഇട്ട് 30,000 ആക്കി. പിന്നെ 5-ാം തീയതി 10,000 എടുത്തു. പിന്നെ ബാലൻസ് 20,000 ആക്കി. പിന്നെ നിങ്ങളൊരു 10,000 രൂപ ഇട്ടു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ബാലൻസ് എത്രയായി, 30,000 രൂപയായി. ഇനി നിങ്ങളൊരു 15-ാം തീയതി 25,000 രൂപ നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ട് എത്രയായി, ബാലൻസ് 5,000 രൂപയായി. കാരണം നിങ്ങൾക്ക് നേരത്തെ 30,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ 5,000 രൂപയായി. ഇനി 24-ാം തീയതി ആയപ്പോൾ നിങ്ങൾ വീണ്ടും അതിനകത്തേക്ക് ഒരു 5,000 ഇട്ടു. അപ്പോൾ 5,000 രൂപ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 5,000 ഇട്ടു. ഇപ്പോൾ എത്രയായി ബാലൻസ്, 10,000 റുപ്പീസായി. ഇനി 28-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളൊരു 5,000 വീണ്ടും ആർക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയോ എന്തോ ആവശ്യത്തിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ബാലൻസ് എത്ര ഉള്ളത്, 5,000 റുപ്പീസാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ക്യാഷ്, നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യുന്ന എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞു വരുന്നത് ക്രെഡിറ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കറിയാം 28-ാം തീയതി ആയപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് എത്രയാണ്, 5,000 റുപ്പീസാണ്. ഇനി നിങ്ങൾ ഈ മാസം അതിൽ നിന്ന് ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല, അതിലേക്ക് നിങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ബാലൻസ്? 31-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയുണ്ട്, 5,000 റുപ്പീസ് ഉണ്ട്. നിങ്ങൾക്ക് മന്ത്ലി ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു, 25,000 രൂപയാണ്. ഇതാണ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഒരു ബാലൻസ് എന്ന് പറയുന്നത്, ക്ലോസിംഗ് ബാലൻസ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഉദാഹരണത്തിൽ നിങ്ങൾ കണ്ടതാണ് എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. ആദ്യം ഓപ്പണിംഗ് ആയിട്ട് 25,000 ഉണ്ടായിരുന്നു, നിങ്ങൾ ജനുവരി 1-ാം തീയതി 5,000 ഇട്ടു, പിന്നെ 30,000 ആക്കി, പിന്നെ ക്ലോസിംഗ് ബാലൻസ് 5,000 ഉണ്ട്. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബാങ്ക് എൻഡ് ഓഫ് ദി ഡേ ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാങ്കിന് മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമുല നമ്മൾ നേരത്തെ പറഞ്ഞു, ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് ഡിവൈഡഡ് ബൈ എത്ര വർക്കിംഗ് ഡേയ്സ് ആണോ ബാങ്കിലുള്ളത് അതാണ് നോക്കുന്നതെന്ന് വെച്ചാൽ. അപ്പം ജനുവരിയിൽ സംബന്ധിച്ച് എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ട്, 31. അപ്പം ടോട്ടൽ EOD കാൽക്കുലേറ്റ് ചെയ്തിട്ട് അല്ല 31 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിങ്ങളുടെ ബാങ്കിൽ ഓൾറെഡി 25,000 ഉണ്ടായിരുന്നു. 1-ാം തീയതി ജനുവരി 2024 നിങ്ങൾ 5,000 ഇട്ടു, ഇപ്പോൾ 30,000 ആക്കി. എന്നിട്ട് 5/2024 വരെ, 5 ജനുവരി 2024 വരെ നിങ്ങൾ ബാങ്കിൽ വേറെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല, അന്ന് മാത്രമാണ് 10,000 ഇട്ടത്. അതായത് 1, 2, 3, 4 ദിവസങ്ങളിൽ നിങ്ങളുടെ ബാലൻസ് എന്ന് വെച്ചാൽ 30,000 രൂപയായിരുന്നു ആ ദിവസത്തെ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് ഓരോ ദിവസവും. അപ്പോൾ ഈ 4 ദിവസത്തെ ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് എങ്ങനെയാണ് ബാങ്കിനെ സംബന്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവർ 4 ദിവസം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 30,000 രൂപ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1-ാം തീയതി 30,000, 2-ാം തീയതി 30,000, 3, 4 ഈ 4 ദിവസത്തെ 30,000 എടുക്കണമെങ്കിൽ ആകെ എടുക്കുമ്പോഴാണ് ആ ടോട്ടൽ EOD ഫോർ ദ 4 ഡേയ്സ് കിട്ടുക. അപ്പോൾ 30,000 ഇൻറ്റു 4 വരും. അപ്പോൾ എങ്ങനെയാണ്, സം ഓഫ് ദ 4 ഡേയ്സ് എൻഡ് ഓഫ് ദി ഡേ ബാലൻസസ് 120,000 റുപ്പീസ്. അതായത് 1,20,000 രൂപയാണ് 4 ദിവസത്തെ EOD ബാലൻസ് വരുന്നത്. ഇനി 5-ാം തീയതിയാണ് അടുത്ത ട്രാൻസാക്ഷൻ വന്നത്. 5-ാം തീയതി നിങ്ങൾ അതിൽ നിന്ന് ഒരു ക്യാഷ് കുറച്ച് വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഉള്ളത് 20,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ബാലൻസ് 20,000 രൂപയുണ്ട്. നിങ്ങൾ പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നത് 10-നാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പിന്നെ ട്രാൻസാക്ഷൻ ഉള്ളത്. 10-ന് നിങ്ങൾ അതിൽ നിന്ന് ഒരു 10,000 രൂപ നിങ്ങൾ അതിലേക്ക് വീണ്ടും ഇട്ടു, അങ്ങനെ വീണ്ടും 30,000 ആക്കി. പക്ഷേ 5, 6, 7, 8, 9 ഇങ്ങനെയുള്ള 5 ദിവസങ്ങളിൽ നിങ്ങളുടെ ബാലൻസ് എന്ന് വെച്ചാൽ 20,000 രൂപയാണ്. അപ്പോൾ 5 ദിവസങ്ങളിൽ 20,000 രൂപ ആകുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ടോട്ടൽ EOD എടുക്കുക? ടോട്ടൽ EOD എടുക്കുന്നതെന്ന് വെച്ചാൽ 5 ഇൻറ്റു 20,000. അപ്പോൾ എത്ര കിട്ടി? 1,00,000 കിട്ടി. എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ലോജിക്കലി ബാങ്കിനെ സംബന്ധിച്ച് ഈ 5 ദിവസത്തെ ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1,00,000 ഡിവൈഡഡ് ബൈ 5 അങ്ങനെയാണെങ്കിൽ 20,000 രൂപയാണ് കിട്ടുന്നത്. ഇനി അടുത്തത് 10 ജനുവരി 2024. അപ്പോൾ 10 ജനുവരി 2024 നിങ്ങൾ വീണ്ടും 10,000 രൂപ അതിലേക്ക് ഇട്ടു. വീണ്ടും നിങ്ങളുടെ ബാലൻസ് 30,000 രൂപയായിട്ട് മാറി.
30,000 രൂപയുണ്ട്. പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത് 15-ാം തീയതിയാണ്. അപ്പോൾ 10, 11, 12, 13, 14 5 ദിവസവും നിങ്ങളുടെ ബാലൻസ് എന്ന് വെച്ചാൽ 30,000 ആണ്. അപ്പോൾ 5 ദിവസത്തെ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. 5 ഇൻറ്റു 30,000 1,50,000 രൂപ വന്നു. ഇനി 15-ാം തീയതിയാണ് അടുത്ത ട്രാൻസാക്ഷൻ. എത്രയാണ്? നിങ്ങൾ 25,000 രൂപ അതിൽ നിന്ന് നിങ്ങൾ ആർക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. 30,000 രൂപ ഉണ്ടായിരുന്നു, നിങ്ങൾ 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ബാലൻസ് 5,000 രൂപയാണ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? അടുത്ത ട്രാൻസാക്ഷൻ ഡേ വരെയുള്ള എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 15-ാം തീയതി മുതൽ എന്ന് വരെയാണ്? 23-ാം തീയതി വരെ. ഒന്ന് ആലോചിക്കുക, 24-ാം തീയതി അടുത്ത ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ 23-ാം തീയതി വരെയാണ് ടോട്ടൽ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. ഏതൊക്കെ ദിവസമാണ് ബാങ്കിനെ സംബന്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 15, 16, 17, 18, 19, 20, 21, 22, 23 9 ദിവസം. 23-ാം തീയതി വരെയുള്ള 9 ദിവസങ്ങളിലുള്ള നിങ്ങളുടെ ടോട്ടൽ EOD കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? 5,000 ഇൻറ്റു 9 ആണ്. അപ്പോൾ എത്ര വരും? 45,000 രൂപ വരും. ഓക്കെ. ഇനി എന്താണ്? 24-ാം തീയതിയാണ് അടുത്ത ട്രാൻസാക്ഷൻ നടന്നത്. 24-ാം തീയതി 5,000 രൂപ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു. അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്രയാണ് വരിക? അക്കൗണ്ടിലേക്ക് ഇടുമ്പോഴത്തേക്കും 10,000 രൂപയായി. അപ്പോൾ 10,000 ഇൻറ്റു ബാക്കി 28-ാം തീയതി വരെയുള്ള അവസ്ഥ എത്ര വരുന്നത്? 40,000 രൂപ വരും. മനസ്സിലായില്ലേ? സെയിം സംഭവം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ബാക്കി 4 ദിവസം, അതായത് 24-ാം തീയതി നിങ്ങൾ 5,000 ക്രെഡിറ്റ് ചെയ്തു. നിങ്ങളുടെ ബാലൻസിൽ 10,000 ഉണ്ടായിരുന്നു. അപ്പോൾ 24-ാം തീയതി, 25-ാം തീയതി, 26-ാം തീയതി, 27-ാം തീയതി ഈ 4 ദിവസങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ആണ്. അപ്പോൾ 40,000 4 ഇൻറ്റു 10,000 4 ദിവസം ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് 40,000 വന്നു. ഇനി എന്താണ്? 28-ാം തീയതിയാണ് ആ മന്തിൽ അവസാനത്തെ ട്രാൻസാക്ഷൻ നടന്നത്. എന്തു സംഭവിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ 10,000 ഉണ്ടായിരുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്, അതിൽ നിന്ന് നിങ്ങൾ 5,000 എടുത്തു. 5,000 എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര ഉള്ളത്? 5,000 രൂപയാണുള്ളത്. പിന്നെ നിങ്ങൾ 31-ാം തീയതി വരെ, ജനുവരി 28 കഴിഞ്ഞാൽ 29, 30, 31 ഉണ്ടല്ലോ, നിങ്ങൾ യാതൊരു ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആർക്കും നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആരും പൈസ ക്യാഷ് വിട്ടില്ല. നിങ്ങൾ അതിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഒന്നും വിഡ്രോ ചെയ്തതും ഇല്ല. അപ്പോൾ 5,000 ആണുള്ളത്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത്? ആ എൻഡ് ഓഫ് ദി മന്ത് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇനി 3 ദിവസത്തെ സംഭവം കൂടെ നോക്കണമല്ലോ. അപ്പോൾ എന്താണ്? ബാക്കി 28, 29, 30, 31 4 ദിവസം. ഈ 4 ദിവസം 5,000 വീതമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ 5,000 ഇൻറ്റു 4 20,000 രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് ഫോർ 4 ഡേയ്സ്, 4 ദിവസം. ഇനി ബാങ്കിന് എങ്ങനെയാണ് ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇത്രയും കൂടെ ആഡ് ചെയ്ത് നോക്കണം, ഇത്രയും കൂടെ കൂട്ടി നോക്കണം. ഇപ്പോൾ ഈ കാണുന്ന എമൗണ്ടുകളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴാണ് അവർക്ക് മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ഈ എമൗണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ എത്ര വന്നു? 4,75,000 രൂപ വന്നു. മനസ്സിലായോ? 4,75,000 രൂപയാണ് ബാങ്കിനെ സംബന്ധിച്ച് ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ്. ഓക്കെ, ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് എന്ന് വെച്ചാൽ ഇതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി എന്താണ് ചെയ്യേണ്ടത്? 4,75,000 നമ്മൾ നേരത്തെ കണ്ടു. ഓരോ മന്തിലും ആ എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടോ ആ വർക്കിംഗ് ഡേയ്സിൽ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 31 ഡേയ്സിൽ ടോട്ടൽ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് 475,000 റുപ്പീസ്, 4,75,000 ആണ്. നമ്മൾ നേരത്തെ കണ്ടു മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സം ഓഫ് ദി എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പം 4,75,000 ജനുവരി ആയതുകൊണ്ട് 31 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആവറേജ് ബാലൻസ് കിട്ടുള്ളൂ, മന്ത്ലി ആവറേജ് ബാലൻസ് കിട്ടും. അപ്പോൾ എത്രയാണ് വരുന്നത്? മന്ത്ലി ആവറേജ് ബാലൻസ് വരുന്നത് 15,322 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5,000 രൂപ നിങ്ങൾ ബാങ്കിൽ 1-ാം തീയതി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഒന്നും തന്നെ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും 5,000 ഉണ്ടെങ്കിൽ എങ്ങനെയാണ് 30 ദിവസമുള്ള ഒരു മന്താണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് 30 ഇൻറ്റു 5,000 എടുക്കുമ്പോഴത്തേക്കും കിട്ടും. അതായത് ആവറേജ് ബാലൻസ് അപ്പോൾ 5,000 തന്നെ ആയിരിക്കും ആവറേജ് ബാലൻസ് വരുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ബാങ്ക് സപ്പോസ് ഈ ഒരു കേസിൽ മന്ത്ലി ആവറേജ് ബാലൻസ് 15,000 വന്നിരിക്കുകയാണ്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിൻ്റെ റൂൾ പ്രകാരം 15,000 ആണ് അവർ മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേഷനായിട്ട് വെച്ചിരിക്കുന്നത്. അവർ 15,000 ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇയാൾ ഓൾറെഡി തന്നെ 15,322 മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആണ്, നിങ്ങൾക്ക് 15,000 ആണ് ബാങ്കിൻ്റെ റൂൾ പ്രകാരം വേണ്ടതെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് ചാർജ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. പക്ഷേ നേരെ മറിച്ച് 14,000 വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ നിന്ന് ചാർജ് ഡിഡക്റ്റ് ചെയ്യും. ആ ചാർജ് എത്രയാണെന്നോ അത് പ്രകാരം അവർ ചാർജ് ഡിഡക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സപ്പോസ് നിങ്ങളൊരു 10 ലക്ഷം രൂപ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ഇട്ടു, അത് മൊത്തത്തിൽ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതിയാവും. മനസ്സിലായില്ല? അതല്ല നിങ്ങളൊരു 15,000 രൂപയാണ് നിങ്ങളുടെ മന്ത്ലി ആവറേജ് ബാലൻസ്, നിങ്ങൾ 15,000 രൂപ സ്ഥിരം ഇട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ചാർജ് ഒന്നും ഡിഡക്റ്റ് ആയിട്ടില്ലെങ്കിൽ, ഇടയ്ക്ക് വേറെ ഒന്നിനും നിങ്ങൾ അതിൽ നിന്ന് പേ ചെയ്തില്ലെങ്കിൽ, അതായത് ദിവസം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്
അവർ എൻഡ് ഓഫ് ദി ഡേ ബാലൻസ് ടോട്ടൽ എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് 31 വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ 30 വെച്ച് നോക്കുമ്പോൾ ഫെബ്രുവരി ആണെങ്കിൽ ചിലപ്പോൾ 28-29 വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മന്ത്ലി ആവറേജ് ബാലൻസിനുള്ള എമൗണ്ട് ഉണ്ടാവണം എന്നുള്ളതാണ്, അല്ലെങ്കിലാണ് ചാർജ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഉദാഹരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 15,000 സംതിങ് ആണ് റുപ്പീസ് സംതിങ് ആണ് ഈ ഒരു കേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് 15,000 ആണ് ഇവരുടെ ബാങ്ക് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, ഓൾറെഡി ഇത് മീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ചാർജ് കൊടുക്കേണ്ടി വരില്ല. നേരെ മറിച്ച് സപ്പോസ് ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിന്റെ കേസ് 20,000 ആണ് മന്ത്ലി ആവറേജ് ബാലൻസ് ബാങ്ക് അക്കൗണ്ട് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ 15,000 ചില്ലാനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇയാൾ ചാർജ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ചാർജ് കൊടുക്കുന്ന പ്രകാരം ആ നെക്സ്റ്റ് ഫോളോയിങ് മന്തിൽ ഇപ്പം ഈ നമ്മൾ കണ്ട ജനുവരിയിലാണ്, ഫെബ്രുവരിയിൽ അവരുടെ കയ്യിൽ നിന്ന് ആ 1-ാം തീയതി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജസ് ഡിഡക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മന്ത്ലി ആവറേജ് ബാലൻസ് ഒരു ബാങ്ക് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം, ഏതൊരു സേവിങ്സ് അക്കൗണ്ട് ആയാലും ശരി, കറണ്ട് അക്കൗണ്ട് ആയാലും ശരി, ഇത് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾ എത്രയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് എന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. കാരണം മന്ത്ലി ആവറേജ് ബാലൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന ആനുവൽ മെയിൻ്റനൻസ് ചാർജോ അല്ലെങ്കിൽ മന്ത്ലി മെയിൻ്റനൻസ് ചാർജോ അല്ലെങ്കിൽ ഒരു പെനാൽറ്റിയോ കൊടുക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സേവ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാർക്ക് കൊടുക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞത് പ്രകാരം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, ഇമീഡിയറ്റ്ലി അത് കാണാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്.